മോളെ, നീ ഇതുവരെ റെഡി ആയില്ലേ? റിസപ്ഷൻ തുടങ്ങാൻ സമയമായി. എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാം മോളെ. അമ്മയുടെ ചോദ്യം കേട്ടാണ് ഞാൻ സ്വഭാവത്തിലേക്ക് വന്നത്. മൊബൈൽ നോക്കിയപ്പോൾ സമയം വൈകി. അവിടെ റിസപ്ഷൻ തുടങ്ങാൻ ടൈമായി. ഞാൻ വാതിൽ തുറന്നു. മുറിയുടെ ബ്യൂട്ടീഷ്യൻ വന്ന് എന്നെ ഒരുക്കാൻ തുടങ്ങി. എന്താ മോളെ, എത്ര നേരമായി നീ ഇങ്ങനെ വാതിലടച്ച് മുറിക്കകത്തിരിക്കുന്നു? ആ, അത് എനിക്ക് വയറ് നല്ല സുഖമില്ല അമ്മേ. ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് എനിക്ക് ഓക്കെ ആയിട്ടില്ല. ഏ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നല്ല ഫുഡായിരുന്നല്ലോ. 2 ദിവസമായില്ലേ നീ നേരെ ചൊവ്വ ഭക്ഷണം കഴിച്ചിട്ട്? അതിൻ്റെ ആകും. ഈ റിസപ്ഷൻ കൂടി കഴിഞ്ഞാൽ സമാധാനമായില്ലേ? മോളെ സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിച്ചപ്പോഴാണ് അമ്മയ്ക്ക് ഒരാശ്വാസമായത്. അമ്മേ, വെറുതെ സെൻറ്റി ആകാതെ. ഓ ഇല്ല, നീ വേഗം റെഡിയായി വാ. അവിടെ ചെറുക്കൻ വീട്ടുകാരുടെ പരിപാടി തുടങ്ങി. നീ റെഡിയായിട്ട് വേണം സ്റ്റേജിൽ കയറ്റാൻ. ചെല്ല്. അമ്മ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. മോളെ, എന്താടി മുഖത്തൊരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല അമ്മേ, അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. എൻ്റെ പേര് അഭിരാമി, വയസ്സ് 26. എന്നെ കണ്ടാൽ സീരിയൽ നടി അശ്വതി നായരെ പോലെയാണ്. എൻ്റെ കല്യാണമാണെന്ന്. വരൻ UK-യിൽ സെറ്റിൽഡായ പയ്യനാണ്. പേര് അഖിൽ. ഇത് ഒരു അറേഞ്ച് മാരേജാണ്. ഞാനൊരു നേഴ്സാണ്. അമ്മയുടെ കൂട്ടുകാരി വഴി വന്ന ആലോചനയാണിത്. ഏതൊരമ്മയ്ക്കും തൻ്റെ മകളെ സുരക്ഷിതമായ ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഇന്ന് എൻ്റെ അമ്മയുടെ മുഖത്ത് കാണാനുണ്ട്. പക്ഷേ എൻ്റെ ജീവിതം സുരക്ഷിതമാണോ? അതറിയണമെങ്കിൽ ഞാൻ ആദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്തണം. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് എൻ്റെ അച്ഛൻ. ആക്സിഡൻ്റ് ആയിരുന്നു. പെട്ടെന്നുള്ള മരണമായതിനാൽ മരിക്കുന്ന സമയത്ത് അത്യാവശ്യം കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നീട് അമ്മയുടെ തലയിലായി. അതോടെ ബന്ധുക്കൾ ഞങ്ങളെ അകറ്റി നിർത്തി. ആകെയുള്ള ആശ്രയം അമ്മയുടെ അനിയനായിരുന്നു. അമ്മാവനും 2 പെൺമക്കളായതിനാൽ അമ്മായിയും കഴിയുന്ന വിധം ഞങ്ങളെ മാറ്റി നിർത്തി. പിന്നീട് അമ്മ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തി പഠിപ്പിച്ചത്. 12 കഴിഞ്ഞ് അടുത്ത് എന്ത് പഠിക്കണമെന്ന് ചോദ്യമായി നിന്നപ്പോഴാണ് അമ്മയുടെ കൂട്ടുകാരി നേഴ്സിംഗ് പഠിച്ച് പുറത്തു പോയാൽ ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും മാറുമെന്ന് പറഞ്ഞത്. പഠിച്ച് വലുതായി അമ്മയെ സമാധാനമായി വീട്ടിലിരുത്തണം എന്ന് പണ്ടേ മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പഠിക്കാൻ വലിയ മിടുക്കിയല്ല, അതുകൊണ്ട് തന്നെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് വഴി എനിക്ക് ബാംഗ്ലൂരിൽ അഡ്മിഷൻ റെഡിയാക്കി തന്നു. എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയത്. എങ്കിലും പോക്കറ്റ് മണി അത്യാവശ്യം നല്ലതുപോലെ വേണ്ടി വന്നു. അമ്മയുടെ ചുരുങ്ങിയ വരുമാനവും അച്ഛൻ മരിക്കുമ്പോൾ ഉണ്ടാക്കിയ കടം തീർക്കാനത്തെ ലോണടവും ഒക്കെ കൂടി അമ്മയെക്കൊണ്ട് താങ്ങാൻ പറ്റില്ല. ആദ്യ വർഷം ഞാൻ കൂട്ടുകാരായി വലിയ ചങ്ങാത്തം കൂടാൻ പോയില്ല. കാരണം അവരൊക്കെ അത്യാവശ്യം ക്യാഷുള്ള വീട്ടിലെ കുട്ടികളാണ്. അവരുടെ കൂടെ കൂടിയാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷെ പയ്യെ പയ്യെ റൂമിൽ ഒരുമിച്ചുള്ളത് കൊണ്ട് അവരായി മിണ്ടും. എൻ്റെ സിറ്റുവേഷൻ അവർക്കറിയാവുന്നത് കൊണ്ട് അവരാരും എന്നെ ഒരു കാര്യത്തിലും വിളിക്കില്ല. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു സീനിയറായി പഠിക്കുന്ന ചേച്ചിയെ പരിചയപ്പെടുന്നത്. പേര് നീതു. ഞങ്ങൾ വേഗം അടുപ്പത്തിലായി. കോളേജിൽ വന്ന് 1 വർഷം കഴിഞ്ഞ് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയത് ഇപ്പോഴാണ്. പുള്ളിക്കാരി എന്നെ വീക്കെൻഡിൽ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകും. ഫുഡും ഡ്രസ്സുമൊക്കെ വാങ്ങിത്തരും. വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ആൾ എന്നെ കൊണ്ടുപോയി വാങ്ങിത്തരും. മറ്റെല്ലാ ഫ്രണ്ട്സും എന്നെ ക്യാഷിൻ്റെ കാര്യത്തിൽ മാറ്റി നിർത്തിയപ്പോൾ പുള്ളിക്കാരി എന്നെ ഒരിക്കലും ആ കാര്യത്തിൽ മാറ്റി നിർത്തിയിട്ടില്ല. പുള്ളിക്കാരുടെ ഔട്ട്ലുക്കെല്ലാം എക്സ്പെൻസീവാണ്. കണ്ടാൽ ഒരു മോഡലിനെ പോലെ തോന്നിക്കും. പണക്കാരിയാണെങ്കിലും അതിൻ്റെ ഒരു ജാടയും മറ്റുള്ളവരെ പോലെ കാണിക്കാറില്ല. ഒരു ദിവസം ചേച്ചിയെ ഒരു പയ്യനായി കണ്ടു. പുള്ളിക്കാരുടെ ഫ്രണ്ട് ഓർ ലവർ ആകുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഒരിക്കൽ ഞാൻ മറ്റൊരാളുടെ കൂടെ കണ്ടു. അത് സത്യത്തിൽ ഒരു 30 വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ആളാണ്. അയാളുടെ കൂടെ കാറിൽ പോകുന്നതാണ് ഞാൻ കണ്ടത്. അന്നത്തെ ദിവസം ചേച്ചിയെ വിളിച്ചിട്ട് എനിക്ക് കോൾ കണക്റ്റ് ആയില്ല. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് പണക്കാരാകുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ആൻഡ് കണക്ഷൻസ് കാണുമല്ലോ. എങ്കിലും ബാംഗ്ലൂരിൽ പഠിക്കാൻ വന്ന ആൾക്ക് ഇത്രയും കണക്ഷൻസൊക്കെ ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നി. ഇടയ്ക്ക് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആൾ ഒഴിഞ്ഞു മാറി. ഞാനും ആളെ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന ടൈമിൽ ഒരു കോൾ ചേച്ചിക്ക് വന്നു. ആള് അരമണിക്കൂറിൽ എത്താമെന്ന് മാത്രം പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. എന്നോട്
ഒരു ഓട്ടോ പിടിച്ച് ഹോസ്റ്റലിലേക്ക് പോക്കോളാമെന്നും പറഞ്ഞ് ആള് ഷോപ്പിംഗ് അവസാനിപ്പിച്ച് പോയി. എനിക്കാ സമയം എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആള് എങ്ങോട്ടാ പോകുന്നതെന്നറിയാൻ ഞാൻ പുറകെ പോയി. ബസ് സ്റ്റാൻഡിനടുത്ത് വണ്ടി വെച്ച് ഒരു ബെൻസ് കാറിൽ കയറി പോകുന്നതാണ് ഞാൻ കണ്ടത്. അതിനെ പിന്തുടർന്ന് ചെന്നപ്പോൾ ഒരു ഫ്ലാറ്റിലേക്ക് കയറി പോകുന്നതാണ് ഞാൻ കണ്ടത്. സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് എനിക്കകത്ത് കയറാൻ പറ്റില്ല. വൈകിട്ട് 7 മണിയോടെയാണ് ഞാൻ അവിടെ എത്തിയത്. 1 മണിക്കൂർ ഞാൻ അവിടെയുള്ള കഫേയിൽ വെയിറ്റ് ചെയ്തു. പുറത്തു വരുന്നത് ഞാൻ കണ്ടില്ല. 8:30 എൻ്റെ ഹോസ്റ്റൽ ക്ലോസ് ചെയ്യും. റൂമിൽ കാണാത്തതുകൊണ്ട് കൂട്ടുകാരികൾ വിളിച്ചു. അവരോട് ഞാൻ വരാമെന്നും പറഞ്ഞു ഫോൺ വെച്ച് വീണ്ടും നീതു ചേച്ചി എപ്പോൾ പുറത്തു വരുമെന്ന് നോക്കി ഞാൻ ആ കഫേയിൽ തന്നെ നിന്നു. മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഓടിയെത്തി. ആരാണ് ചേച്ചിയുടെ കൂടെ ഉള്ളത്? സമയം ഇത്രയായിട്ടും ചേച്ചി എന്താ ചേച്ചിയുടെ ഫ്ലാറ്റിൽ പോവാതെ ഇവിടെ നിൽക്കുന്നത്? സമയം അങ്ങനെ കടന്നുപോയി. അവസാനം എൻ്റെ കൂട്ടുകാരികൾ എന്നെ വിളിച്ചു. ഇനിയിന്ന് നീ ഹോസ്റ്റലിൽ കയറണ്ട, വാറണ്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും കള്ളം പറഞ്ഞ് നിന്നോളാം എന്നും പറഞ്ഞു. സമയം 10 മണിയായി. എനിക്ക് സത്യത്തിൽ നല്ല പേടിയായി തുടങ്ങി. കഫയും ക്ലോസ് ചെയ്യാൻ ടൈമായി. ഞാൻ അവസാനം നീതു ചേച്ചിയെ കണ്ടിന്യൂ ആയി വിളിച്ച് ചേച്ചി കോളെടുത്തു. ഞാൻ ആ ഫ്ലാറ്റിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറുള്ള ജംഗ്ഷനിൽ നിന്ന് ചേച്ചിയെ വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. അരമണിക്കൂർ കഴിഞ്ഞ് ചേച്ചി 2 വീലറിൽ അങ്ങോട്ട് വന്നു. എന്തു പറ്റി? ഈ സമയത്ത് നീ എന്താ ഇവിടെ? ഹോസ്റ്റലിൽ കയറിയില്ലേ? എന്നെ കണ്ടതും ചേച്ചി ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം. ചേച്ചിയുടെ ഫ്ലാറ്റിൽ എനിക്കിന്ന് താമസിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു. ആ അതിനെന്താ, നീ വായോ. നീതു ചേച്ചി എന്നെ ആളുടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കൂടെ 2 കൂട്ടുകാരികളുണ്ട്. അവിടെയാണെങ്കിൽ അവരിരുന്ന് വലിക്കാണ്. എൻ്റെ മുഖത്ത് ആകെ അസ്വസ്ഥതമാവുന്നത് ചേച്ചി ശ്രദ്ധിച്ചു. നീ അത് കാര്യമാക്കണ്ട, എൻ്റെ റൂമിലേക്ക് വാ, ചേച്ചി പറഞ്ഞു. ഞാനൊന്ന് കുളിച്ചിട്ട് ചേച്ചിയുടെ ഒരു ഡ്രസ്സും എടുത്തിട്ടു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഫുഡും കഴിച്ച് റൂമിൽ തന്നെ ഇരുന്നു. ചേച്ചിയും കുളിച്ചു വന്ന് എൻ്റെ അടുത്തിരുന്നു. എന്തു പറ്റി? നീ എന്താ ആലോചിക്കുന്നേ? നീ എങ്ങനെ ഈ രാത്രി അവിടെ വന്ന് സ്റ്റക്കായത്? ചേച്ചി ചോദിച്ചു. ഞാൻ ആ സമയം ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. സത്യം പറ, ചേച്ചി എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? ഏയ്, ഞാൻ നിന്നോട് എന്ത് മറയ്ക്കാനാണ്? ആണോ? എങ്കിൽ പറ, ഇന്ന് ചേച്ചി ആരുടെ കാറിലാണ് കയറിപ്പോയത്? കാറിലോ? ആ, കാറിൽ. ചേച്ചി ഒഴിഞ്ഞു മാറണ്ട, ഞാൻ ചേച്ചിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ചേച്ചി ആ ഫ്ലാറ്റിൽ കയറിപ്പോയിട്ട് ഞാൻ വിളിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് വന്നത്. ആ ടൈം വരെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു. അഭിരാമി ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് നീതുവിൻ്റെ കൈ അഭിരാമിയുടെ കരണത്ത് പതിഞ്ഞു. നീ ആരാടി എന്നെ ഫോളോ ചെയ്ത് വരാൻ? മേല എൻ്റെ എന്തെങ്കിലും കാര്യത്തിൽ നീ ഇടപെടാൻ വന്നാൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളുടെ പോകും. അത് ചോദിക്കാൻ നീ ആരാ? കുറച്ച് അടുപ്പം കാണിച്ചെന്ന് കരുതി എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. അഭിരാമി ശരിക്കും പേടിച്ചുപോയി. ഇതുവരെ കാണാത്ത ഒരു മുഖമായിരുന്നു നീതുവിനപ്പോൾ. സോറി. പിന്നെ ഒന്നും മിണ്ടാതെ ഞാൻ കട്ടിലിൽ കയറി കിടന്നു. കരഞ്ഞ് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. വെളുപ്പിനെ 4 മണി. ഉറക്കം വിട്ട് നോക്കിയപ്പോൾ റൂമിൽ ലൈറ്റുണ്ട്. നീതു ചേച്ചി റെക്കോർഡ് ബുക്ക് എഴുതുവാണ്. ഞാൻ ഒന്നും മിണ്ടാതെ വാഷ്റൂമിൽ പോയി തിരിച്ചു വന്ന് കിടന്നു. കുറച്ച് കഴിഞ്ഞ് നീതു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് വിളിച്ചു. എടാ, ഞാൻ നിന്നെ അടിച്ചത് നിനക്ക് വേദനിച്ചോ? സോറി, അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ പറ്റിപ്പോയതാ, നീ അത് വിട്ടുകളാം. ഏയ് സാരില്ല, ഞാനങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സോറിടാ, പെട്ടെന്ന് നീ എന്നെ ഫോളോ ചെയ്ത് വന്നെന്ന് കേട്ടപ്പോൾ. പിന്നെ അവിടെ നീ എന്നെ വെയിറ്റ് ചെയ്തെന്ന ടൈമിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എന്ത് ചെയ്യും? ഈ രാത്രി വരെ എന്നെ കാത്തു നിൽക്കേണ്ട ആവശ്യം എന്താണ്? അത് ചേച്ചി, ഇതിനു മുമ്പും ഞാൻ ചേച്ചിയെ പല ആളുകളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു സംശയം വെച്ചാൽ ഞാൻ വന്നത്. നീ ഉറങ്ങാൻ നോക്ക്, കൂടുതൽ ഭാരിച്ച കാര്യങ്ങൾ ആലോചിക്കണ്ട. ഞാൻ വീണ്ടും കിടന്നു. ചേച്ചി റെക്കോർഡ് എഴുതാനിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചേച്ചിയുടെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ കഴുത്തിലെ ഒരു ചെറിയ പാട് ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ സംശയങ്ങൾ കൂടുതൽ ഉറപ്പിച്ചു. ഞാൻ ചേച്ചിയുടെ മുഖത്തേക്കടിച്ചിട്ട് പറഞ്ഞു, ഞാനത്ര പൊട്ടിയൊന്നുമല്ല. ചേച്ചി ഇന്നലെ എന്തിനു പോയതാണെന്ന് ചേച്ചിയുടെ ഈ പാട് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. നീതു ചേച്ചി പെട്ടെന്ന് മുടി കൊണ്ട് ആ പാടുകൾ മറച്ചു. ചേച്ചി, ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലാണ് കണ്ടിട്ടുള്ളത്.
എന്നിട്ട് ചേച്ചിക്ക് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് പുച്ഛം തോന്നുന്നു. മതി, ഇനി ചേച്ചിയായി ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല. അഭിരാമി റൂം തുറന്ന് അവളുടെ ബാഗ് എടുത്ത് പോകാനായി നടന്നതും നീതു അവളെ പിടിച്ചു നിർത്തി. എനിക്ക് പറയാനുള്ളതും കൂടി കേട്ടിട്ട് പോയാൽ മതി നീ, അവൾ പറഞ്ഞു. വേണ്ട, ഇനി ചേച്ചിയുടെ ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട. ആ, എനിക്ക് പോടി, പോയി എല്ലാവരോടും പറഞ്ഞു നടക്ക് ഈ നീതു ചീത്തയാണെന്ന്. ഇല്ല ചേച്ചി, ഈ കോളേജിൽ എന്നെ ചേർത്ത് നിർത്തിയ ഒരാൾ ചേച്ചിയാണ്. സോ ആ ചെറ്റത്തരം ഞാൻ കാണിക്കില്ല. പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ സ്വഭാവം എനിക്കൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കേട്ടതും നീതു ഓടി വന്ന് അഭിരാമിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ആ കരച്ചിലിൽ അഭിരാമിക്ക് നീതുവിനോടുണ്ടായിരുന്ന ദേഷ്യത്തിൽ കുറച്ച് അളവ് വന്നു. അഭി, പ്ലീസ്, നീ എന്നെ തള്ളിക്കളയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ശരിയാണ് നീ മനസ്സിലാക്കിയത്. എനിക്ക് പല ബന്ധങ്ങളുമുണ്ട്. നീ വിചാരിച്ച പോലെ ഞാൻ വലിയ പണക്കാരി കുടുംബത്തിലെ കുട്ടിയൊന്നുമല്ല. നിന്നെപ്പോലെ തന്നെ പണത്തിൻ്റെ പേരിൽ ഒരുപാട് അപമാനവും നാണക്കേടും കുത്തുവാക്കുകളും കേട്ട ഒരാൾ തന്നെയാണ് ഞാൻ. വീട്ടിൽ ബുദ്ധിമുട്ടുകൊണ്ട് ക്യാഷിൻ്റെ ആവശ്യത്തിന് പലരെയും സമീപിക്കുമ്പോൾ പലരും സഹായിക്കും. അത് എന്നുള്ള സ്നേഹം കൊണ്ടല്ല. അങ്ങനെ എൻ്റെ നാട്ടിൽ നിന്നും ഈ നഗരത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത്, എവിടെയും ക്യാഷ് ഉണ്ടെങ്കിലേ നമ്മൾക്ക് അർഹിക്കുന്ന റെസ്പെക്റ്റ് കിട്ടും. ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ ഇന്നെൻ്റെ കയ്യിൽ പണമുണ്ട്. ആരും എന്നെ എവിടെ നിന്നും മാറ്റി നിർത്തില്ല. എൻ്റെ കയ്യിൽ പണമുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു മോശം സ്ത്രീയാണെന്ന് ആരും പറയുന്നില്ല. 4 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഈ ബാംഗ്ലൂർ നഗരത്തിൽ വന്നപ്പോൾ നിന്നെപ്പോലെ തന്നെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് കൂട്ടുകാർ പോലും എന്നെ മാറ്റി നിർത്തി. പിന്നെ ഹോട്ടലിൽ വെയിറ്റർ ജോലിക്ക് പോയാണ് ഞാൻ ഈ ക്യാഷ് ഉണ്ടാക്കിയത്. അവിടെ നിന്നും കഴിഞ്ഞ 2 കൊല്ലത്തിൽ ഇന്ന് നീ എന്നെ കാണുന്ന ഈ നീതുവായത് ഈ ബാംഗ്ലൂർ സിറ്റിയിലുള്ള പല പണക്കാരുടെയും കൂടെ കിടന്നാണ്. ഇതിൽ എനിക്കൊരു കുറ്റബോധം തോന്നുന്നില്ല അഭി. ഞാൻ പോകുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ്. ഞാൻ ആരെയും ആ രീതിയിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ ഈ കാലത്ത് ഏത് പെണ്ണാണ് താലി കെട്ടുന്ന പുരുഷന് വേണ്ടി മാത്രം എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്? ഇവിടെ പഠിക്കാൻ വരുന്ന 90% പേരും ഏതെങ്കിലും ഒരാളെ സെറ്റായിട്ട് പഠിച്ചു കഴിയുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞാണ് ബാംഗ്ലൂർ വിടാറുള്ളത്. അവരെ തന്നെ എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ടോ? അവർ പ്രേമമെന്ന പേരിൽ ചെയ്യുന്നത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഇത്രയും കാലം നീ എൻ്റെ കൂടെ നടന്നിട്ട് നിന്നെ ഞാൻ ഈ കാര്യം അറിയിച്ചോ? അല്ലെങ്കിൽ നിന്നോട് ചെയ്യാൻ പറഞ്ഞോ? ഒന്നുമില്ല. സോ ഇതെൻ്റെ ലൈഫാണ്, അത് ഞാൻ തീരുമാനിക്കും. നീ അനുഭവിച്ച കഷ്ടപ്പാട് തന്നെയാണ് ഞാനും അനുഭവിച്ചത് കുട്ടിക്കാലത്ത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ചേച്ചിയായി നിനക്ക് ഞാൻ എല്ലാം ഇവിടുന്ന് ചെയ്തു തന്നത്. ഇനിയും അങ്ങനെ തന്നെയാകും. ഈ കാരണം കൊണ്ട് നീ എന്നെ വെറുക്കരുത്. ഞാനിതെല്ലാം നിർത്തും. ഇപ്പോഴല്ല, ഈ പഠനമെല്ലാം കഴിഞ്ഞ് പുറനാട്ടിൽ പോയി ആഗ്രഹിച്ച പോലെ എല്ലാം നേടിയതിന് ശേഷം. അതുവരെ എനിക്കിത് തുടർന്നേ പറ്റൂ. കൂടുതലൊന്നും നീ എന്നോട് ചോദിക്കരുത്. നീതുവിൻ്റെ ഈ ഏറ്റുപറച്ചിൽ മുന്നിൽ ഒന്നും തിരിച്ചു പറയാതെ അഭിരാമി മൗനമായി നിന്നു. അഭിരാമി ഒന്നും മിണ്ടാതെ നേരെ കട്ടിലിൽ പോയി കിടന്നു. നീതുവിനും എന്തോ ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയ ഒരു ഫീലായിരുന്നു. ഇത്രയും നാൾ അവൾ മനസ്സിൽ ആരോടും പറയാതെ വെച്ച രഹസ്യം ഒരു മഴ പെയ്ത് തോർന്ന പോലെ അവൾ മനസ്സിൽ നിന്നും ഇറക്കി വെച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അഭിരാമിയും നീതുവും അധികം സംസാരിക്കാൻ നിന്നില്ല. അഭിയുടെ മനസ്സിൽ നീതു പറഞ്ഞ കാര്യങ്ങൾ തളം കെട്ടിക്കിടന്നു. പിന്നെ പയ്യെ അവൾ ആ കാര്യങ്ങൾ മനഃപൂർവ്വം മറന്നു. കാരണം അവൾക്ക് ഈ ബാംഗ്ലൂരിൽ ആകെയുള്ള കൂട്ട് നീതുവാണ്. പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം ചേച്ചിയുടെ ആത്മബന്ധമുണ്ടായിരുന്നു. ശരിയാണ്, ആൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആൾ ചെയ്യുന്നു. അതുകൊണ്ട് തനിക്ക് ഇതുവരെ ഒരു രീതിയിലും പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് നീതു ചേച്ചിയെ മാറ്റി നിർത്തേണ്ടതെന്ന് അവൾ തീരുമാനിച്ചു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം എല്ലാം വീണ്ടും പഴയ പോലെ. ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ലീവായിട്ട് ഞങ്ങൾ 2 പേരും കൂടി നാട്ടിൽ പോവുകയാണ്. ട്രെയിനിൽ യാത്രക്കിടയിൽ ഒരു കോൾ വന്നു നീതു ചേച്ചിക്ക്. അപ്പുറത്ത് എന്താണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമല്ല. പക്ഷേ ചേച്ചിയുടെ ഉത്തരം കേട്ടാൽ തന്നെ അപ്പുറത്ത് എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹലോ, അയ്യോ, ഞാൻ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താ കണ്ടീഷൻ? ഓക്കെ, ക്ലയൻറ്റ് എങ്ങനെയുള്ള ടീമാണ്? ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വിളിക്കാം കേട്ടോ. കോള് കട്ട് ചെയ്ത ഉടൻ തന്നെ അഭിരാമി കാര്യം തിരക്കി. ആരാ ചേച്ചി? അത് ബോസാണ്, ഒരു ചെറിയ ആവശ്യം. അഭി സൂക്ഷിച്ചൊന്ന് നോക്കി, പക്ഷെ ഒന്നും മിണ്ടിയില്ല.
അബിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം പിടികിട്ടിയ നീതു ഒരു വഷളൻ ചിരി മാത്രം നൽകി. നീതു മൊബൈലിൽ തിരിച്ചു പോകാനുള്ള ട്രെയിൻ നോക്കുവാന്ന് മനസ്സിലാക്കിയ അഭിരാമി മൊബൈൽ പിടിച്ചു വാങ്ങി. ചേച്ചി പ്ലീസ് വേണ്ട, നമ്മൾ കുറേ നാളിന് ശേഷമല്ലേ നാട്ടിൽ പോകുന്നത്, അതിൻ്റെ ഇടയിൽ ഇനി ഇത് വേണ്ട. എടി അത് നല്ലൊരു ടീമാണ്, ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ലീവ് എന്തായാലും 2 വീക്കുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണെങ്കിലും പോകാമല്ലോ. ചേച്ചി എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഈ യാത്രയിൽ വെച്ച് ഇനി തിരിച്ചു പോകരുത്. 3 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ കേരളമാകും. ഇവിടെ ചേച്ചി ആ പഴയ നീതു ആകണം. ബാംഗ്ലൂരിൽ ചേച്ചി എന്ത് വേണമെങ്കിലും കാണിച്ചോ, ഞാൻ ചോദ്യം ചെയ്യാൻ വരില്ല. നീതു കുറച്ചു നേരം മിണ്ടാതിരുന്നു. വീണ്ടും നീതുവിൻ്റെ മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി. അത് നീതുവിനെ നേരത്തെ വിളിച്ച ബോസാണ്. 2 പേരും തമ്മിൽ ഒന്ന് നോക്കി. അബിയുടെ മനസ്സിൽ നീതു തൻ്റെ വാക്ക് കേൾക്കാതെ തിരിച്ചു പോകുമോ എന്ന ചിന്തയിൽ നീതുവിനെ തന്നെ നോക്കി. നീതു കോളെടുത്തു. ഹലോ സാർ, കേരളം അടുത്തു, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം, ഞാൻ വന്നിട്ട് കാണാം. അത് കേട്ടപ്പോൾ അബിക്ക് ഒരുപാട് സന്തോഷമായി. തൻ്റെ വാക്ക് കേട്ടതിൽ അവൾക്ക് ചേച്ചിയോട് വല്ലാത്ത സ്നേഹം തോന്നി. കോള് കട്ട് ചെയ്ത ഉടനെ അബി നീതുവിനെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് ചേച്ചി, നിനക്കിപ്പോൾ ഹാപ്പി ആയില്ലേ? ഒരുപാട്. അബി ആ സന്തോഷത്തിൽ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അബിയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നത്. ചേച്ചി. എന്താടാ? ചേച്ചി ഞാൻ കാരണം ഇന്ന് ചേച്ചിക്ക് എത്ര രൂപയുടെ നഷ്ടം വന്നു? ആ ചോദ്യം സത്യം പറഞ്ഞാൽ അബിയുടെ അടുത്തു നിന്നും നീതു ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ലായിരുന്നു. നീതുവിൻ്റെ മുഖത്ത് അത് കാണുകയും ചെയ്തു. സോറി, ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ അത് വിട്ടേക്ക്. ഏയ്, അതിനേക്കാൾ വലുത് എനിക്ക് നീയല്ലേ. ഒരു ക്ലയൻറ്റ് പോയാൽ വേറെ വരും. ആ ഉത്തരം അബിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ആ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ചേച്ചി അടുത്ത ട്രെയിനിൽ കയറി തിരിച്ചു പോന്നിന്നുകൊണ്ട് ചോദിച്ചതാ. ഓ അങ്ങനെ. എന്താ, എത്രയാണെന്നറിഞ്ഞാൽ നീ തരുമോ ആ ഫണ്ട്? അത് എനിക്ക് ജോലിയൊക്കെ കിട്ടി വലിയ നിലയിലെത്തട്ടെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ദേ ഈ ഇരിക്കുന്ന 500 രൂപ മാത്രമേ ഉള്ളൂ. 2 പേരും ചിരിച്ചു. പറ ചേച്ചി, ഏകദേശം ഒരു കണക്ക് വെറുതെ അറിഞ്ഞിരിക്കാനാ. അതിപ്പോൾ ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ. എങ്കിലും ഒരു 30K തൊട്ട് 50K വരെ കിട്ടും. അത് കേട്ട് അഭിരാമിയുടെ കണ്ണ് തള്ളി. ഭ്രാന്താണോ ഇവർക്കൊക്കെ? ക്യാഷിനൊരു വിലയുമില്ല ഇവർക്ക്. ആടി, ഭ്രാന്ത് തന്നെയാണ്. ആ ഭ്രാന്തിനെ ചികിത്സിക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ക്യാഷിൻ്റെ വില അറിയില്ല, അല്ലാതെ എന്ത് പറയാനാ? അബി പറഞ്ഞു. എൻ്റെ എല്ലാം VIP കസ്റ്റമേഴ്സാണ്, അല്ലാതെ ലോക്കൽ സെറ്റപ്പ് 2000-3000 ഇതിന് പോകുന്ന ടീംസ് അല്ല. ആ, നീ അത് വിട്, നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. നീതുവിൻ്റെ സ്ഥലമെത്തി തൃശ്ശൂർ. വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് അവർ യാത്ര പറഞ്ഞിറങ്ങി. അഭിരാമിക്ക് കോട്ടയം വരെ എത്തണമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം സബ്മിറ്റ് ചെയ്യേണ്ട പ്രൊജക്റ്റും സെമിനാർ ടോപ്പിക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനായി നീതുവിൻ്റെ പഴയ ലാപ്ടോപ്പ് അബി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഡെയിലി സമയം പോലെ അമ്മയെ സഹായിച്ചു കഴിഞ്ഞ് അവൾ പ്രൊജക്റ്റിന് വേണ്ടത് ചെയ്യുമായിരുന്നു. ഒരു ദിവസം രാത്രി അവൾ ചെയ്തു വെച്ച പ്രൊജക്റ്റ് ഫയൽ ഒരെണ്ണം മിസ്സായിട്ട് ആ ലാപ്പിലെ ഫയൽ മുഴുവൻ തപ്പാൻ തുടങ്ങി. അങ്ങനെ തപ്പി പോയപ്പോൾ തൻ്റെ കോളേജിൻ്റെ പേരിലൊരു ഫയൽ കണ്ടു. ഇനി അബദ്ധവശാൽ ഫയൽ ഇതിൽ മാറി സേവായി കാണുമോ എന്ന് നോക്കാൻ ആ ഫയൽ ഓപ്പൺ ചെയ്തു. അതിൽ കുറേ ഡോക്യുമെൻറ്റ്സും പിന്നെ കുറേ വീഡിയോസുമായിരുന്നു. ഞാൻ അതിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്തു. ഏകദേശം 1.5 മണിക്കൂറുള്ള ഒരു വീഡിയോ. അത് ഫുൾ ബ്ലാക്ക് ഔട്ടാണ്. ഞാൻ കുറച്ച് നീക്കി നോക്കി. പെട്ടെന്ന് ആ വീഡിയോ ഓപ്പണായി. ആ വീഡിയോ കണ്ട് അബി നെട്ടിപ്പോയി. അപ്പോൾ ഇനി ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.